വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. പിന്നെ ഇന്ന് ഞാനൊരു ക്ലീനപ്പ് റൊട്ടീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിത് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു ക്ലീനപ്പ് റൊട്ടീനാണ്. അപ്പോൾ ഞാൻ കരുതി നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഈ റൊട്ടീൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ മുഖം ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മുഖം ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഹിമാലയയുടേതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ ചേരുന്നത് ആ ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ മുഖമൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി ഒരു ഡീപ്പ് ക്ലെൻസിങ്ങിന് വേണ്ടി ഞാൻ മിസലാർ വാട്ടർ യൂസ് ചെയ്യുകയാണ്. ഇതൊരു കോട്ടണിൽ എടുത്തിട്ട് നമുക്ക് മുഖത്ത് എല്ലായിടത്തും റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പോൾ സ്ക്രബിംഗ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും ഡ്രൈ സ്കിന്നിൽ സ്ക്രബ് ഇടുന്നതിനും കാട്ടി നല്ലത് ചെറുതായിട്ടൊന്ന് മുഖം വെറ്റ് ചെയ്തിട്ട് സ്ക്രബ് ഇടുന്നതാണ്. നമുക്ക് ഏതാണോ സ്ക്രബ് ഉള്ളത് അത് യൂസ് ചെയ്യാം. പിന്നെ നാച്ചുറൽ സ്ക്രബ്സ് യൂസ് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ നാച്ചുറൽ സ്ക്രബിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കുക. ആദ്യം സ്ക്രബ് നമ്മുടെ മുഖത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് പാക്ക് ഡ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് സർക്കുലർ മോഷനിൽ നമ്മൾ ജെൻറ്റലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകാം. സ്ക്രബിങ് കഴിയുന്നതിലൂടെ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം പോയിട്ട് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവും. അടുത്ത സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ്. അതായത് നമ്മുടെ മുഖത്ത് ആവി പിടിക്കണം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേപ്പറൈസർ യൂസ് ചെയ്ത് ആവി പിടിക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള ആവി പിടിക്കാം. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിൽ, അതായത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടുവെള്ളത്തിൽ വെറ്റ് ടിഷ്യൂ മുക്കിയിട്ട് അതിങ്ങനെ മുഖത്ത് 1 മിനിറ്റ് ഇങ്ങനെ വെക്കും. അങ്ങനെ ഒരു 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ സ്റ്റീമിങ് ചെയ്യുന്ന വഴി നമ്മുടെ മുഖത്തെ പോൾസൊക്കെ ഒന്ന് ലൂസൺ ആവും, ചെറുതായിട്ട് ഓപ്പൺ ആവും. അപ്പോഴത്തേക്കും നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എടുക്കാൻ എളുപ്പമാണ്. അടുത്തതായിട്ട് നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു വാക്വം സക്കറാണ്. ഇതിൻ്റെ പ്രഷറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വൈറ്റ് ഹെഡ്സൊക്കെ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് ചെയ്യണം. നമ്മുടെ മുഖം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുഖത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ളിടത്തെല്ലാം ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഡ്രൈ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൂക്ക് വാം വാട്ടറിൽ ടിഷ്യൂ ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ച് മുഖം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു എഫക്റ്റീവ് മെഷീനാണിത്. ഇതിന് പല നോസിൽസ് ഉണ്ട്. അപ്പോൾ കണ്ടോ, ഇപ്പം ഞാൻ യൂസ് ചെയ്ത നോസിൽ കണ്ടോ എൻ്റെ ഫേസിലുള്ള വൈറ്റ് ഹെഡ്സ് ആണ്. അപ്പോൾ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മുഖം ഒരു വെറ്റ് ടിഷ്യൂ യൂസ് ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്യുകയാണ്. അടുത്തത് നമുക്ക് ഫേസ് പാക്കാണ് ഇടേണ്ടുള്ളത്. ഇത് എൻ്റെ ഓട്സ് ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവർ ഇവിടെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് തരുന്ന ഒരു ഫേസ് പാക്കാണ്. ഈ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കത് റിമൂവ് ചെയ്യാം. അടുത്തത് നമുക്ക് ടോണറാണ് യൂസ് ചെയ്യേണ്ടുള്ളത്. ഇത് 1 മിനിറ്റ് മുഖത്തിട്ടിട്ട് പാക്ക് ഡ്രൈ ചെയ്യാം. ഞാനിത് ഹോം മെയ്ഡ് നാച്ചുറൽ കുക്കുംബർ ടോണറാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കേണ്ടുള്ളത്. സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞത് കാരണം ഞാൻ കുറച്ച് അധികം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി
ക്ലീനപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫേസ് ഡേ ഇവിടെ നല്ല റിഫ്രഷ് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ശ്രുതി.